ഹലോ ഡിയേഴ്സ്, നമുക്ക് ഇന്ന് കുറച്ച് ഓണവിശേഷങ്ങൾ കണ്ടാലോ? ഓണായി കഴിഞ്ഞാൽ പിന്നെന്താ, ഓണത്തിന് ഓണക്കോടി, വിഷുവിന് വിഷുക്കൈനീട്ടം, അങ്ങനെയാണല്ലോ ഒരു പതിവ്. ഇതൊക്കെ പണ്ടത്തെ കോൺസെപ്റ്റ് അല്ലേ അമ്മേന്നാട്ടെ കണ്ണന്റെ ചോദ്യം. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ പുതിയ ഡ്രസ്സ് എടുക്കാനായിട്ട് ഓണം വരേണ്ട ആവശ്യമില്ല. പക്ഷെ പണ്ട് ഒരു പുതിയ ഡ്രസ്സ് കിട്ടണമെങ്കിൽ ഓണം വരണം. എന്നാലും ഓണത്തിന്റെ ചെറിയ ചെറിയ ഓർമ്മകൾ വീട്ടിലെല്ലാം ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഇതേ കുട്ടീസിനെയും കൊണ്ട് ഡ്രസ്സ് എടുക്കാനൊക്കെ പോയതാട്ടോ. കാര്യം ഓൺലൈനിൽ നമുക്ക് ഇതൊക്കെ നമ്മുടെ വീട്ടിലെത്തുന്നുണ്ടെങ്കിലും പുറത്ത് ഇങ്ങനെ എല്ലാവരും കൂടെ പോയി എടുക്കണത് അതൊരു വേറെ ഫീൽ ആണല്ലോ. ഇത് കുറച്ച് മുന്നത്തെ വീഡിയോ ഞാൻ എടുത്തു വെച്ചതാട്ടോ. നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയ അന്നത്തെ നമ്മൾ പോയത് ഓപ്ഷൻസിലാണ്, നമ്മുടെ അങ്കമാലിയിൽ. ഏറ്റവും ആദ്യം നമ്മൾ കുട്ടീസിനുള്ള ഡ്രസ്സാട്ടോ മേടിക്കുന്നത്. അപ്പൊ കണ്ണനും അച്ഛനും എപ്പോ കണ്ണനും അച്ഛനും എടുക്കുകയാണെങ്കിലും നമ്മൾ ഒരുപോലത്തെ എടുക്കാനാട്ടോ നോക്കാറ് പരമാവധി. അങ്ങനെ തന്നെ എടുക്കും. ചിലതൊക്കെ അവർക്ക് ഇഷ്ടത്തിന് മാറ്റി മാറ്റി എടുക്കും. അങ്ങനെ ഓണക്കോടി എടുക്കാനായിട്ട് ചെന്നിട്ടും കണ്ണൻ എടുക്കണത് ടീഷർട്ടാട്ടോ. കണ്ണന് മുണ്ട് ഇഷ്ടമല്ല, മുണ്ടും ഷർട്ടും ഇഷ്ടമല്ല. എന്നാലും ഓണല്ലേ മുണ്ട് ഷർട്ട് എടുക്കണമെന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് കണ്ണൻ എടുത്തതേ നമ്മളിതേ കുഞ്ഞാട്ടി ഗൗരീനെയും കൊണ്ട് അവക്കുണ്ട് ഡ്രസ്സ് എടുക്കാനായിട്ട് വന്നതാണേ. ഇവളുണ്ടാവണേക്കാ മുന്നേ കണ്ണനെ അച്ഛനെയും കൊണ്ട് ഡ്രസ്സ് എടുക്കാനൊക്കെ വരുമ്പോൾ ഈ ഒരു സെക്ഷനൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര നൊസ്റ്റു അടിക്കാറുണ്ട് കേട്ടോ. ഈ പെൺപിള്ളേർക്ക് എന്തൊരു ഭംഗിയുള്ള ഡ്രസ്സുകളാ. ഷോ ഈ ആൺപിള്ളേർക്ക് ഒരു ഭംഗിയില്ലല്ലോ. ഈ ഷർട്ട്, ട്രൗസർ, നിക്കർ ഇതൊക്കെ തന്നെയല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും തോന്നാറില്ല കേട്ടോ. അങ്ങനെ ഗൗരിക്ക് ഇതേ ഒരു പട്ടുപാവാട ഇടിയിച്ച് നോക്കി, അവിടുന്ന് ഇടിയിച്ച് നോക്കിയിട്ടാട്ടോ എടുക്കണം. അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പാകമില്ലെങ്കിൽ പിന്നെ പണിയാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇഷ്ടംപോലെ ഓഫറിന്റെ ഐറ്റംസ് ഒക്കെ കിടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നോക്കിയെടുക്കാനായിട്ട് ഇവരെയും കൊണ്ട് പോകുമ്പോൾ നടക്കണ കാര്യമല്ല. കാരണം ഇവർ ചെല്ലുമ്പോൾ തൊട്ട് ഒളിച്ചുകളി അത് ഇതൊക്കെ ആയിട്ട് ഓട്ടം ചാട്ടൊക്കെ ആയിരിക്കും. അപ്പൊ ഇവരെ നോക്കാനേ നമുക്ക് നേരം ഉണ്ടാവുള്ളൂ. എല്ലാവർക്കും ഉള്ള ഡ്രസ്സ് എടുത്തു കേട്ടോ. അതായത് കുട്ടീസിനും ഞങ്ങൾക്കും പിന്നെ അച്ഛനും, എൻ്റെ അച്ഛനും, ചേട്ടൻ്റെ അമ്മയ്ക്കും, എൻ്റെ അമ്മയ്ക്കും. അങ്ങനെ ഓണക്കോടി എല്ലാവർക്കും ഉള്ളത് സെറ്റായിട്ട് നമ്മൾ ഇറങ്ങാൻ പോകട്ടെ. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് എടുത്തത് എൻ്റെയാണ്. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഒരു അഭിപ്രായമില്ല. ഞാൻ എല്ലാവരോടും എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ടാട്ടോ ഒരു സാധനം സെലക്ട് ചെയ്യാം. ഓൾറെഡി എൻ്റെ ഒരു സെറ്റ് സാരി ഉണ്ടായതുകൊണ്ട് ഞാൻ സെറ്റ് സാരി നോക്കിയേ ഇല്ല കേട്ടോ. നേരെ ഒരു ചുരിദാറാണ് എടുത്തത്, ചുരിദാറിൻ്റെ ടോപ്പ് എടുത്തത്. അപ്പം വെറുതെ ജസ്റ്റ് ഒന്ന് വച്ച് നോക്കി നമ്മൾ ബില്ലടിച്ച് നമ്മൾ പോരാട്ടോ. ഇനി എല്ലാവരും ഓണക്കാലമായിട്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പൂക്കൾ ഇടുന്നതിൻ്റെ വീഡിയോ ഇടുന്നുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ ഒരു പൂക്കളത്തിൻ്റെ വീഡിയോ പോലും ഇട്ടിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയൊക്കെ ഇടണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ എൻ്റെ വീട്ടിലെ അവസ്ഥ ഇതിന് നേരെ വിപരീതമാണ്. ഇതാണ് എൻ്റെ വീട്ടിലത്തെ അവസ്ഥ. ഈ പ്രാവശ്യത്തെ ഈ ഡ്യൂട്ടി എൻ്റെ കുഞ്ഞാട്ടികൾ രണ്ടാളുമായിട്ട് ഏറ്റെടുത്തേക്കണത്. പൂക്കളാണോന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് ഇതൊരു പൂക്കളമാണ്. പക്ഷെ യാതൊരു ഷേപ്പും ഇല്ല, ഡിസൈനും ഇല്ല, ഒന്നുമില്ല. എങ്ങനെയൊക്കെ ഇവർ കാണാണ്ട് നമ്മൾ പൂക്കളിടാൻ നോക്കിയാൽ ഇവരുടെ കണ്ണിൽ അത് പെട്ടുപോകട്ടോ. പിന്നെ ഞാൻ വിചാരിക്കും പിള്ളേരെല്ലാവരുടെ സന്തോഷമല്ലേ വിചാരിച്ചിട്ട് അവരുടെ ഇഷ്ടത്തിനുള്ള പൂക്കളാട്ടോ. മാവേലി എന്തായാലും ഇപ്രാവശ്യം നമ്മുടെ പൂക്കളം കണ്ടിരിക്കുന്നതായിരിക്കും. അങ്ങനെ ഇവരുടെ പൂക്കളിടലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ കാട്ടിക്കൂട്ടുന്ന രീതികളാണ് ഇതൊക്കെ. അപ്പൊ ഇത്രയ്ക്കുള്ളൂ മക്കളെ, ടാറ്റ.